നമസ്കാരം, ഞാൻ ദിനേശ് മാണിക്യം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ദ ലാൻഡ് ഓഫ് ഗ്രീൻ മാജിക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കുട്ടനാടിൻ്റെ ജീവനും ജീവിത താളവും വെള്ളവും വെള്ളപ്പൊക്കവും വള്ളംകളിയും ഒക്കെ ചേർന്ന കുട്ടനാടൻ ജീവിതം, ടൂറിസവും കൃഷിയും ഒക്കെ ആയി ഇടകലർന്ന് കിടക്കുന്ന കുട്ടനാടൻ ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പല ഘട്ടങ്ങളിലായി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തും. എല്ലാ പ്രോത്സാഹനവും നൽകി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണം. നമസ്കാരം. കുട്ടനാടിൻ്റെ വശ്യമനോഹരിതയിലേക്ക് സ്വാഗതം. കുട്ടനാടെന്ന് പറഞ്ഞാൽ ദ ലാൻഡ് ഓഫ് ഗ്രീൻ മാജിക് എന്നാണ് ടൂറിസം ഭാഷയിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് വള്ളംകളി. വള്ളംകളി നമ്മൾ കാണാൻ പോവുകയാണ്. കാണാൻ പോണ പൂരത്തിൻ്റെ തുടക്കം എന്നോണം നമ്മളിന്ന് ചുണ്ടൻവള്ളത്തിന് വില്ലാളി വീരനായ കാരിച്ചാലിനെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായിട്ട് വിജയിച്ചിരിക്കുന്ന പ്രഹ്ലാദൻ ബോട്ട് ക്ലബ്ബ് 5ാം വർഷത്തിലെ ജയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചുണ്ടൻവള്ളത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും തുമ്പത്ത് കാണുന്ന 1ാം തുഴ, 2ാം തുഴ, 3ാം തുഴ, 4ാം തുഴ, 5ാം തുഴ, 6ാം തുഴ, 7ാം തുഴ. ഈ 7 തുഴ ഒറ്റത്തുഴ എന്ന് പറയും. ഒറ്റത്തുഴ എന്ന് പറഞ്ഞാൽ ഒരാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് വളരെ നാരോ ആയിട്ടുള്ള ഏരിയയാണ് ഈ ഒറ്റത്തുഴക്കാരെന്ന് പറഞ്ഞാൽ. ഇവരുടെ കാല് വെള്ളത്തിലിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നടവിട്ടാണ്. ഒരു റൈറ്റ് സൈഡിൽ ഒരാൾ, പിന്നെ അതിൻ്റെ പിന്നിൽ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ. നേരെ ഇരിക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഇതാണ് മുക്കണ്ണി എന്ന് പറയുന്ന സ്ഥലം. 2 പേർക്കിടയിൽ ഒരാൾ, അതാണ് അങ്ങനെ, അതിനെയാണ് മുക്കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒറ്റത്തുഴയുടെ പോർഷനിലാണ്. ഇവിടെ എല്ലാം ഒരാളാണ് ഇരിക്കുന്നത്. ഇവർ കാല് വെള്ളത്തിൽ കെട്ടി തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതീവ ദുഷ്കരമാണ് ഇത് തൊഴിലിരുന്ന് തുഴയെന്ന് പറഞ്ഞാൽ. ഭയങ്കര മനത്തിൻ്റെ ഇടം വേണം, ഭയങ്കര സഹനശക്തി വേണം, വിൽ പവർ വേണം, പിന്നെ എല്ലാത്തിനും ഉപരി ജയിക്കണമെന്നുള്ളൊരാവേശം, എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ് കുട്ടനാടൻ ജനത. വള്ളംകളിക്ക് വേണ്ടി രക്തം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ്. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഒരു വള്ളംകളിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ജലമേള എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ വരുന്നത് നേരെ വെടുത്തടി എന്ന് പറയുന്ന സ്ഥലം, അഥവാ ഇടിത്തടി. ഇതാണ് ഇവിടുത്തെ ഡ്രം എന്നറിയപ്പെടുന്ന നാട്ടുകാരുടെ സ്വന്തം സൃഷ്ടിയാണ്. ഇതിനകത്ത് മറ്റൊന്നുമില്ല, ഒരു കാലിയായ ബോക്സിന് പുറത്തൊരു പലക ഇട്ടിരിക്കുകയാണ്. ഈ പലകയിൽ വലിയ തടിയുണ്ട്. ഒരു ഉരുളൻ തടി വെച്ച് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുഴ വീഴുന്നത്. ഈ ഇടി പിഴച്ചാൽ തുഴ പിഴയ്ക്കും. അതുകൊണ്ട് ഈ ഇടിയാണ് ഈ ഒരു വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്, അവിടെ തുഴച്ചിലിൻ്റെ വേഗം നിയന്ത്രിക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെടുത്തടി പരിചയപ്പെടുകയാണ്. വെടുത്തടി മുതൽ ഇനി അങ്ങോട്ട് നേരെയാണ് ആളിരിക്കുന്നത്. വലത്ത് സൈഡിൽ ഒരാൾ വന്നാൽ ഇടത്ത് സൈഡിൽ ഒരാൾ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് മുക്കണ്ണി ഇവിടം വരെയാണ് തീരുന്നത്. ശക്തിക്ക് തുഴയാൻ പറ്റുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങളാണ് ഈ വെടുത്തടിക്ക് പുറകോട്ടുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് കരുത്തന്മാരും മല്ലന്മാരും എല്ലാം ഇടുന്നത് ഇവിടെയാണ്. വെയിറ്റ് കൂടുതലുള്ള തുഴച്ചിക്കാരെ ഇടുന്നത് ഇവിടെയാണ്. അങ്ങനെ പിന്നെ ഓരോ ബോട്ടിൻ്റെയും അതിൻ്റെ നിർമ്മാണ ഘടന അനുസരിച്ച് വെയിറ്റുള്ളവരെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ മാറ്റി ഇരുത്താറുണ്ട്. അതൊക്കെ ഇതിൻ്റെ ടെക്നീഷ്യന്മാർക്ക്, ഇതിൻ്റെ ഉസ്താദുമാരുണ്ട്, ഇതിൻ്റെ നിയന്ത്രിക്കുന്നവർ, അവരാണ് അതെല്ലാം ചെയ്യുന്നത്. ഈ നടുക്ക് ഒരു നടപ്പാത പോലെ നിങ്ങൾ കാണുന്നത്, ഇവിടെയാണ് നമ്മുടെ പാട്ടുകാരും താളക്കാരും ഒക്കെ നടക്കുന്നത്. മുന്നോട്ടും പുറകോട്ടും ആൾക്കാരെ വാച്ച് ചെയ്യാനും നല്ലപോലെ തുഴയുന്ന ആരാണ്, നല്ലപോലെ തുഴയാത്തത് ആരാണ്, എല്ലാവരെയും കണ്ടുപിടിക്കുന്ന താളക്കാർ അഥവാ നിലകാർ എന്ന് പറയും. അവർ നിൽക്കുന്ന ഇടമാണ് ഈ നടുപ്പടി. ഈ നടുക്കുള്ള ഈ പടിയിലൂടെ ഇവർക്ക് നമുക്ക് ബോട്ടിൻ്റെ അറ്റം മുതൽ അമരം മുതൽ അണിയം വരെ പോകാൻ പറ്റും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതെല്ലാം ആഞ്ഞിലിത്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഒരു വലിയ പ്രത്യേകത. ഇതിൻ്റെ വീതി കാണാൻ 2 മീറ്റർ ഇല്ല, 1.5 മീറ്റർ, മാക്സിമം 2 മീറ്ററാണ് ഇതിൻ്റെ നടുഭാഗത്ത്. 1ാം പങ്കായം അമരം. ഞാനിപ്പോൾ നിൽക്കുന്ന 1ാം പങ്കായത്തിൻ്റെ പൊസിഷനിലാണ്. ഏറ്റവും ടോപ്പ് ഇതാണ്. ഇവിടെയാണ് 1ാം പങ്കായക്കാരൻ, 2ാം പങ്കായക്കാരൻ ഇവിടെ, 3ാം പങ്കായക്കാരൻ, 4ാം പങ്കായക്കാരൻ, 5ാം പങ്കായക്കാരൻ. അങ്ങനെ 5 അമരക്കാരാണ്, അല്ലാതെ അഥവാ നിലകാർ, അമരക്കാരാണ് ഈ ഒരു ബോട്ടിനുള്ളത്. ഇവരാണ് ബോട്ടിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. നേരെ പോകുന്നതും തിരിക്കുന്നതും വളയ്ക്കുന്നതും എല്ലാം ഇവർക്ക് എല്ലാ തുഴച്ചിക്കാരെയും വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അതൊക്കെ നമുക്കിനി ഇത് കളി തുടങ്ങി കഴിയുമ്പം വിശദമായിട്ട് നിൽക്കാം. ഇവിടെ നിൽക്കണമെങ്കിൽ നല്ല സ്കിൽഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, വെൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം. വളരെ എന്ന് വെച്ചാൽ വള്ളം ഈ 100 പേര് ഒരുപോലെ തുഴയുമ്പോൾ ഈ വള്ളത്തിൻ്റെ ഉണ്ടാകുന്ന ഷെയ്ക്കും കാര്യങ്ങളും എല്ലാം ബാലൻസ് ചെയ്ത് വെള്ളത്തിൽ വീഴാതെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് പണി. കരുത്തന്മാരായ കുട്ടനാട്ടുകാർ, വെള്ളത്തിൽ ജനിച്ച് വെള്ളത്തിൽ ജീവിച്ച് വെള്ളത്തിൽ മരിക്കുന്നവരാണ് കുട്ടനാട്ടുകാർ. അപ്പോൾ അവർക്കിത് നിസ്സാരമാണ്. അവരുടെ ജീവിതം വള്ളത്തിലും വെള്ളത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അവരിത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ പരിചിതരല്ലാത്ത ഒരാൾ വന്ന് കയറിയാൽ ഉറപ്പായിട്ട് വെള്ളത്തിൽ വീഴും. അതാണ് ഈ പൊസിഷൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തിന് കൂട്ടിക്കുത്തെന്നാണ് പറയുന്നത്. വള്ളക്കളിക്കാരുടെ ഭാഷയിൽ കൂട്ടിക്കുത്തെന്ന് പറയും. കാര്യം ഇവർക്ക് മറ്റവർ തുഴയുന്ന അത്രയും തുഴപ്പെരുക്കം
ത്തിൽ ചെയ്യാനൊക്കത്തില്ല. കാര്യം ഇതിൻ്റെ പൊസിഷനും ഇതിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് വരുന്നതോറും പൊക്കം കൂടിയാണ് വരുന്നത്. ഈ ഭാഗത്തിനാണ് കൂട്ടിക്കുത്ത് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു ടീം സെറ്റ് ചെയ്ത് അവർ ബോട്ടിലേക്ക് കയറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത്. ക്രമത്തിൽ തുഴക്കാർ ക്രമത്തിൽ പേര് വിളിച്ച് കയറ്റി ഓരോ പൊസിഷനിലേക്ക് വരുന്നതാണ്. ആദ്യമായി കയറുന്ന ഒന്നാം പങ്കായക്കാരനാണ്. ഇതാ വലത് കാല് വെച്ച് കയറുന്ന ഒന്നാം പങ്കായം. അടുത്തതായിട്ട് ഇനി വരുന്ന ഒന്നാം തുഴക്കാരനാണ്. ഒന്നാം തുഴക്കാരൻ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറി ആണ് ഒരു കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാം തുഴക്കാരൻ വരുൺ ശർമ്മ ഇതാ കയറുകയാണ്. പുണ്യനദിയായ പമ്പയുടെ ജലത്തുള്ളികൾ വാരി വിതറി ഐശ്വര്യം വരുത്തി സമൃദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. തുഴച്ചിൽ ഓരോ തുഴക്കാരുടെയും ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഇടിയുടെ ശബ്ദത്തിലാണ്. അവരുടെ ഇടിയും താളവും വേഗവും എല്ലാം നിയന്ത്രിക്കുന്ന ഇടികാരനാണ്. തയ്യാറെടുക്കുകയാണ് നമ്മൾ. ഒരു നിമിഷം പ്രാർത്ഥനയാണ്. അതാ പുറപ്പെടുകയാണ് ഇനി ട്രാക്കിലേക്ക്. പള്ളാത്തുരുത്തി പാലത്തിന് സമീപത്താണ് ഇവരുടെ ക്യാമ്പ്. ഇവിടുന്ന് ഫുൾ ടീം കയറിയിരിക്കുകയാണ്. ഇന്ന് അവസാനവട്ട പ്രാക്ടീസാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിൻ്റെ പുണ്യനദിയായ പമ്പയിലൂടെ ഇതാ പുന്നമടക്കായലിലേക്ക് ഒരു കോമ്പറ്റീഷൻ്റെ തയ്യാറെടുപ്പ്, അവസാനവട്ട തയ്യാറെടുപ്പ് കാണുന്നതിലേക്കും പങ്കെടുക്കുന്നതിലേക്കും പോവുകയാണ്. നമ്മളീ കാണുന്ന ഇത് പള്ളാത്തുരുത്തി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പള്ളാത്തുരുത്തി പാലമാണിത്. നമ്മളിനി നേരെ ഇവിടുന്ന് പുന്നമടക്കായലിലേക്ക് പോവുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് പിന്നിൽ കാണാം. ഈ പൗലിയൻ, ഇതാണ് നെഹ്റു പൗലിയൻ. ഈ വരുന്ന 28-ാം തീയതി ജലമാമാങ്കം നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെയാണ് ഫിനിഷിംഗ് ടച്ച്. അതിൻ്റെ പോളുകളും കാര്യങ്ങളെല്ലാം പുറകെ അവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഏകദേശം 50,000-ന് മേളിൽ കാണികൾ പങ്കെടുക്കുന്ന ഒരു ജലമാമാങ്കത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 28-ാം തീയതി, സെപ്റ്റംബർ മാസം 28-ാം തീയതി ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുകയാണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചത് ഇപ്പം ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയിൽ നിന്ന് സെപ്റ്റംബർ 28-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ട്രാക്കുകളായി തിരിച്ച് കുറ്റിയടിച്ച് ലെവൽ ചെയ്തിരിക്കുകയാണ്. വളരെ
വളരെ വാശിയേറിയ മത്സരത്തിൻ്റെ തുടക്കമായി ഇന്ന് അവസാനവട്ട പരിശീലനം കഴിഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തിരിച്ച് അവരുടെ ക്യാമ്പിലേക്ക് പോവുകയാണ്. ഈ വള്ളം ഇനി കരയ്ക്ക് കയറ്റി ഇതിനെ നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു വരാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. തിരിച്ച് നമ്മൾ ഒരു ട്രയൽ കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് പള്ളാത്തുരുത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പം ഇത് നമ്മുടെ വേറെ റിലാക്സിങ് മോഡൽ തുഴച്ചിലാണ്, റിലാക്സിങ്ങിന് വേണ്ടിയുള്ള തുഴച്ചിലാണ്. നമ്മൾ വളരെ അപൂർവമായ ഒരു കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. അത്യപൂർവമായ കാഴ്ചകൾ, വർഷത്തിലൊരിക്കലോ 2 പ്രാവശ്യമോ സംഭവിക്കുന്ന കാഴ്ചയാണിത്. ഒരു ചുണ്ടൻവള്ളം എങ്ങനെയാണ് കരയിലേക്ക് കയറ്റുന്നത്, ചുണ്ടൻവള്ള റിപ്പയറും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ അവസാനം മിനുക്ക് പണികൾക്കുമായി ഈ 100 കണക്കിന് നാട്ടുകാരും ഈ 100ഓളം വരുന്ന തുഴച്ചിക്കാരും ചേർന്ന് ഈ വള്ളം വളരെ മനോഹരമായിട്ട് ഈസി ആയിട്ട് എങ്ങനെ കരയിലേക്ക് കയറ്റാം എന്ന ഒരു ശാസ്ത്രീയ വശം, നാടൻ രീതി, നാടൻ ശാസ്ത്രീയത നിങ്ങളത് കാണുക, ആസ്വദിക്കുക. ഇങ്ങനെയാണ് ചുണ്ടൻവള്ളം കയറ്റുന്നത്. ചുണ്ടൻവള്ളത്തിന് കേടുപറ്റാൻ പാടില്ല. അതിൻ്റെ തടിയാണ്, ആഞ്ഞിലിത്തടിയാണ്. ആഞ്ഞിലിത്തടിക്ക് പോറലോ ഒന്നും വെക്കാൻ പാടില്ല. അതുപോലെ മടൽ നിരത്തി മടലിൻ്റെ മുകളിലൂടെ വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ടാണ് ഈ വള്ളം കയറി പോകുന്നത്. പക്ഷേ പുഷ്പം പോലെ കയറിപ്പോകും.